السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين الذي أنزل الكتاب بلسان عربي مبين، ثم الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه ومن استنى بسنته إلى يوم الدين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. വളരെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹമൊന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. ഇഖ്ലാസോടുകൂടി ഇരിക്കാനും പഠിക്കാനും നാളെ മറ്റൊന്നും ഉപകാരപ്പെടാനില്ലാത്ത നാളിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നായി ഇത് സ്വീകരിക്കപ്പെടാനും റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും തർബിയത്ത് ക്യാമ്പുകളിലൂടെ ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടുണ്ടായിരുന്നത്. ഹുദൂദുകൾ നമ്മൾ സംസാരിച്ചു. മോഷണം, അതുപോലെ തന്നെ കൊല, വ്യഭിചാരാരോപണം, വ്യഭിചാരം പോലെയുള്ള കുറ്റങ്ങൾക്കുള്ള ഹദ്ദുകൾ നമ്മൾ മനസ്സിലാക്കി. ശേഷം ദിയകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ തർബിയത്ത് ക്യാമ്പിലെ ഹജ്ജുമായി ബന്ധപ്പെട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ തർബിയത്ത് ക്യാമ്പിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ബിഇദ്നില്ല അതിൻ്റെ ഒരു തക്മില, അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് പ്രധാനമായിട്ട് ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അടുത്തൊരു ബാബ് എന്ന് പറയുന്ന ഹദ്ദുൽ ഹറാബ അല്ലെങ്കിൽ ഹിറാബ. ഹിറാബ എന്ന് പറഞ്ഞാൽ അൽ ബുറൂസു ലി അഖ്ദി മാലിൻ ഔ ലി ഖത്ലിൻ ഔ ലി ഇർഹാബിൻ മുകാബറതൻ ഇഅ്തിമാദൻ അല ശൗകതി മഅൽ ബുഅദി അൻ മസാഫത്തിൽ ഗൗസ്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നമുക്ക് അവിടെ കാണാം. ആയുധ ബലത്തോടുകൂടി ധനം കവർച്ച ചെയ്യാനോ വധിക്കാനോ ഭീതി പരത്താനോ വേണ്ടി സഹായം ലഭിക്കാനാവാത്ത വിധം ആക്രമിക്കൽ എന്നാണ് അതിൻ്റെ താരീഫ്. ഇതിന് ചില ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ മറ്റൊരു വാക്കുകൂടി ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഖുത്വഉത് തുറുഖ് അല്ലെങ്കിൽ ഖത്ഉത് ത്വരീഖ്, വഴി തടഞ്ഞുകൊണ്ട് കൊള്ള സംഘങ്ങളൊക്കെ, കവർച്ചാ സംഘങ്ങളൊക്കെ അവരിലേക്ക് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു പേരും ഒരു നാമവും ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ പ്രധാനമായി ഇതിൻ്റെ ശിക്ഷാ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന് തെളിവായി ഉദ്ധരിക്കപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി സൂറത്തുൽ മാഇദയിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊക്കെ പരിചയമുള്ള ഒരായത്താണ്. ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത ആയത്ത് 33-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഔന ഫിൽ അർദി ഫസാദൻ അൻ യുഖത്തലു ഔ യുസല്ലബു ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഔ യുൻഫൗ മിനൽ അർദ് ദാലിക ലഹും ഖിസ്യുൻ ഫിദ് ദുനിയ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. അഥവാ അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും പോരാടുകയും അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ഭൂമിയിൽ അവർ വധിക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടാകും എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇവിടെ ഈ മുഹാരിബ് അല്ലെങ്കിൽ ഖാതിഉത് ത്വരീഖ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു താരീഫിലൂടെ പറഞ്ഞു തന്നു എന്ന് മാത്രം. ഒന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഫസ്വവാബുല്ലദി അലൈഹി ജമാഹിറുൽ മുസ്ലിമീൻ, ഭൂരിഭാഗം മുസ്ലിങ്ങളും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്ന മൻ ഖാതല അലാ അഖ്ദിൽ മാലി ബിഅയ്യി നൗഇൻ കാന മിൻ അൻവാഇൽ ഖിതാൽ ഫഹുവ മുഹാരിബുൻ. ധനം അപഹരിക്കാൻ വേണ്ടി ആളുകളോട് യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ അവരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവരെ ഭയപ്പെടുത്തുക തുടങ്ങിയ എന്ത് ചെയ്യുന്ന ആളും ഈ പറയപ്പെട്ട മുഹാരിബ് എന്നുള്ളതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇനി അതിനൊന്നും കൂടി വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഓരോന്നും
പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഇതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആധുനിക ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായി ഉദ്ധരിക്കുന്നതായിട്ടുള്ള ചില വിഷയങ്ങൾ കൂടി ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഒന്ന്, വഴി തടയുന്നവർ. രണ്ടാമത്തെ, കടൽ കൊള്ളക്കാർ. അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ, സായുധ കവർച്ചക്കാർ. മോഷണവും കവർച്ചയും തമ്മിലുള്ള വ്യത്യാസമല്ല. മോഷണം ആരും അറിയാതെ ഒരു ഹെർസിൽ നിന്ന് എടുക്കുന്നതാണ്. എന്താണ് മോഷണം ഇസ്ലാമിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സൂക്ഷിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് ആരും അറിയാതെ എടുത്തുകൊണ്ടുവന്നു. എന്നാൽ ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് തോക്കിൻ മുനയിലൊക്കെ വെച്ചിട്ട് അവരുടെ പണം അപഹരിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ മോഷണത്തിൻ്റെ പരിധിയിലല്ല വരിക. അത് കുറച്ചും കൂടി ഗൗരവമുള്ളതാണ്. അതൊക്കെ ഈ ഒരു ഹിറാബത്തിൻ്റെ അല്ലെങ്കിൽ ഖുതാഉത്തുറുഖിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അധികാര ബലത്താൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്, ധനം ബലമായി പിടിച്ചെടുക്കൽ, തോക്കിൻ മുനയിൽ പിടിച്ചുപറികൾ നടക്കൽ, അതുപോലെ തന്നെ ഭീകരാക്രമണങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, ബോംബാക്രമണങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരികളെ താഴെ ഇറക്കാൻ വേണ്ടി നടത്തുന്ന കലാപങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ്. ഇതൊക്കെ മുഹാറബത്തിൻ്റെ അല്ലെങ്കിൽ ഹിറാബത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഭീകരാക്രമണങ്ങളെയൊക്കെ ചേർത്ത് പറയപ്പെടുമ്പോൾ സത്യത്തിൽ ഇസ്ലാം അതിനെ ഏത് രൂപത്തിലാണ് കാണുന്നത് നോക്കി. ഇസ്ലാം ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഹദ്ദ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ നേരത്തെ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞല്ലോ, ഇനി വിശദീകരിക്കുമ്പോൾ കാണാം. എന്താണ് ഈ ശിക്ഷയുടെ രൂപങ്ങൾ? ഒന്ന്, ആളുകളെ വധിക്കുകയും ധനം കവരുകയും ചെയ്തവർ, അഥവാ ആളുകളെ പേടിപ്പിച്ച് അവരെ കൊന്ന് അവരുടെ പൈസ എടുത്തിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവന് ശിക്ഷ എന്താ അറിയോ? അവന് വധിക്കപ്പെടുകയും അവൻ്റെ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പരസ്യമാകുന്ന രൂപത്തിൽ അവനെ പൊതുവായ ഒരു സ്ഥലത്ത് അവൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ തൂക്കിയിടണം, ആളുകൾ കണ്ട് മനസ്സിലാക്കാൻ. ഇമ്മാതിരി പണിക്ക് പോകുന്നവർക്ക് ഇതാണ് ശിക്ഷ എന്ന്. ഇതാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ബോംബാക്രമണങ്ങൾക്കൊക്കെ പോകുന്നവർക്ക് ഇസ്ലാം വിധിച്ചിട്ടുള്ള ശിക്ഷ. അതല്ലാതെ ഇസ്ലാം ബരി ഉമ്മിൻ, ഈ പറയപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ഇസ്ലാമിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൽപ്പിക്കുന്നവർക്ക്, അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നവർക്ക്, നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്നവർക്ക്, കാരണം ഇത് ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിൻ്റെ കുല്ലിയാത്തുൽ ഖംസ്, 5 കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനാണ് ദീന് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നഫ്സ്, ആളുകളുടെ ശരീരം, അതുപോലെ തന്നെ അവരുടെ മാലൊക്കെ. ഇത് രണ്ടിനും ദുൽമുണ്ടാക്കുന്നതാണ് എന്ത് ഈ പറയപ്പെടുന്ന ഹിറാബ്. അപ്പോൾ അതിന് ആ ഗൗരവത്തിലാണ് ഇസ്ലാം കണ്ടിട്ടുള്ളൂ. ഇനി ഒരാളെ വധിക്കുകയും എന്നാൽ ധനം കവരാതിരിക്കുകയും ചെയ്തു, ഒരാളെ കൊന്നു, അയാളെ പൈസ ഒന്നും അപഹരിച്ചിട്ടില്ല എങ്കിൽ അവൻ വധിക്കപ്പെടും, അതാണ് അവനുള്ള ശിക്ഷ. മൂന്നാമത്തെ, ധനം കവരുകയും എന്നാൽ വധിക്കാതിരിക്കുകയും ചെയ്തവൻ. മോഷണം ചെയ്താൽ എന്താണ്? കൈ മുറിക്കുന്ന പറഞ്ഞത്. നേരെ മറിച്ച് കൊള്ളക്കാരാണെന്നുണ്ടെങ്കിൽ കൈ മാത്രം മുറിച്ചാൽ പോരാ. നേരത്തെ പറഞ്ഞ ആയത്തിൽ നമുക്ക് കാണുന്നത് കയ്യും കാലും മുറിക്കും. അതിൻ്റെ വലത്തെ കയ്യും ഇടത്തെ കാലും രണ്ടും മിൻ ഖിലാഫ്, നേരെ എതിർവശങ്ങളിൽ നിന്ന് രണ്ടും മുറിക്കുകയാണ് അതിനുള്ള ശിക്ഷാവിധി. ഇനി ആളുകളെ വഴികളിൽ ഭയപ്പെടുത്തുക, അവരെ പേടിപ്പിക്കുക. നമ്മൾ പല രാജ്യങ്ങളിലൊക്കെ കേൾക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ കടൽ കൊള്ളക്കാരൊക്കെ ഞാൻ അവരുടെ അടുത്ത് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും, അവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്കുള്ള ശിക്ഷ തഗ്രീബാണ്, നഫ്യുൻ മിനൽ അർദ്, അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്തുടരപ്പെടുകയും അതുപോലെ തന്നെ പിന്നെ ആ നാട്ടിലേക്ക് അവർ തിരിച്ചു വരാത്ത രൂപത്തിൽ അവർ അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ് ഇസ്ലാം ഈ വിഷയത്തിൽ കൽപ്പിച്ചിട്ടുള്ള ശിക്ഷാ നിയമം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓരോന്നിലേക്കും ഇറങ്ങിയിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഓരോന്നിനും ഷുറൂത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. പ്രായപൂർത്തിയും അതുപോലെ തന്നെ ബുദ്ധിയും ഒക്കെയുള്ള ആളുകൾക്ക് മാത്രമാണ് നിയമങ്ങളൊക്കെ ബാധകമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോന്നിനും വധിക്കുക എന്നുള്ളത് അവിടെ ഏത് രൂപത്തിലുള്ളതാണ്. അതുപോലെ തന്നെ കൊള്ളസംഘം അവരിറങ്ങിയിട്ട് അപഹരിക്കുക എന്ന് പറയുന്നത് സൂക്ഷിക്കപ്പെട്ട ധനമാണോ, അതല്ല വഴിയിലിങ്ങനെ കിടന്ന് കിട്ടിയ ഒരു ധനം എടുക്കുന്നതിന് ഹിറാബ എന്ന് പറയാം. ഇങ്ങനെ ഓരോന്ന് വിശദമായിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് ഈ ഒരു തർബിയത്ത് ക്യാമ്പിൻ്റെ ഇതിലൊന്നും പഠിച്ച് തീരാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. നമുക്ക് ജാമ്യയിലൊക്കെ ഇത് ഈ വിഷയങ്ങളുമായി മാത്രപ്പെട്ട്, ഈ ശിക്ഷാ നിയമങ്ങൾ മാത്രമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ 1-2 സെമസ്റ്ററുകൾ ഉണ്ടാവും പഠിക്കാൻ. അപ്പോൾ അത്യാവശ്യം നീണ്ട വിഷയമാണ്, പരമാവധി ചുരുക്കിയിട്ടാണ് സൂചിപ്പിച്ചത്. ഇനി ഈ പറയപ്പെട്ട നമ്മുടെ ഹുദൂദുകളും ദിയാത്തുകളും ഒക്കെ പറഞ്ഞു, ഇതിൻ്റെ പരിധിയിലൊന്നും വരാത്ത ഒരുപാട് കുറ്റങ്ങളുണ്ടല്ലോ, തിന്മകളുണ്ടല്ലോ.
അപ്പം അതിനൊക്കെ എന്ത് ശിക്ഷയാണ് ഇസ്ലാം നൽകുന്നത്? അതിലേക്കാണ് അടുത്തായിട്ട് നമ്മൾ വരുന്നത്. തഅസീർ. തഅസീർ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് ഈ പദത്തിൻ്റെ അർത്ഥം റദ്ദു വൽ മൻഅ, തടയുക എന്നുള്ളതാണ്. വയഅതി ബിമഅന നുസ്റതി വത്തഅദീം, അതുപോലെ മഹത്വപ്പെടുത്തുക, സഹായിക്കുക എന്നുള്ള അർത്ഥത്തിലും ഈ പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. സാങ്കേതികമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഹുവ ഉഖൂബത്തുൻ ഗൈറു മുഖദ്ദറ, പ്രത്യേകം നിർണയിക്കപ്പെടാത്ത ശിക്ഷകൾ. തജിബു ഹഖ്ഖൻ ലില്ലാഹ് ഔ ലിആദമി, അള്ളാഹുവിനുള്ള അവകാശമായിക്കൊണ്ടും ചിലപ്പോൾ മനുഷ്യർക്കുള്ള അവകാശമായിക്കൊണ്ടും, ഫി കുല്ലി മഅസിയത്തിൻ ലാ ഹദ്ദ ഫീഹാ വലാ കഫാറ, ഹദ്ദോ കഫാറത്തോ നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത കുറ്റങ്ങളിൽ നടപ്പാക്കപ്പെടുന്ന ശിക്ഷാ നിയമങ്ങളെയാണ് തഅസീർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഗൈറു മുഖദ്ദറാണ്, പ്രത്യേകിച്ച് നിർണയിച്ചിട്ടില്ല ഇന്ന രൂപത്തിൽ ചെയ്യണം. ഇപ്പോൾ മോഷ്ടിച്ചാൽ അവൻ്റെ കൈ മുറിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹിറാബത്തിനെ നമ്മൾ പറഞ്ഞു അവന് വധിക്കപ്പെടുന്ന രൂപಕ್ಕೆ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് നിർണയിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ നേരിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത കുറ്റങ്ങൾ, അത് ഹഖ്ഖൻ ലില്ലാഹി ഔ ലിആദമി, ചിലത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും, ചിലത് മനുഷ്യർക്കിടയിലുള്ള പ്രശ്നങ്ങളുമായിരിക്കും. ഫി കുല്ലി മഅസിയത്തിൻ ലാ ഹദ്ദ ഫീഹാ വലാ കഫാറ, അങ്ങനെ ഹദ്ദോ കഫാറത്തോ ദിയയോ ഒന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത കുറ്റങ്ങളിൽ നടപ്പാക്കപ്പെടുന്ന ശിക്ഷാ നിയമങ്ങൾക്കാണ് തഅസീർ എന്ന് പറയുന്നത്. അതിന് ഹുക്ം എന്താണ്? التعزير واجب في كل معصية لا حد فيها ولا كفارة من الشارع. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ശിക്ഷാ നിയമങ്ങൾ നേരിട്ട് ഇന്നത് ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത എല്ലാ കുറ്റങ്ങളിലും ഇത് നടപ്പിൽ വരുത്തുക എന്നുള്ളത് വാജിബാണ്, നിർബന്ധമാണ്. വാജിബാണെന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന പോലെ വാജിബാണോ? എല്ലാവർക്കും നിർബന്ധമാണോ? അല്ല, അത് നിർബന്ധമാക്കപ്പെടുന്ന ആർക്കാണ്? നാട്ടിലുള്ള എല്ലാവരും തഅസീർ നടത്താൻ പറ്റുമോ? ശിക്ഷാ നിയമങ്ങൾ നടത്താൻ പറ്റുമോ? അത് നിർണയിക്കപ്പെട്ട ആളുകളുണ്ട്. ഒരാൾ മോഷ്ടിച്ചു, അപ്പോൾ അവനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവനെ കൈ മുറിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന് നിശ്ചയിക്കപ്പെട്ട ആളുകളുണ്ട്, ഇമാമോ നായിബോ ഉണ്ട്. അത് അവരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മളെ നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അത് നടപ്പിലാക്കിയ പ്രശ്നം കിട്ടും. നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടില്ല, കാരണം നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ല. മിൻ ഫിഅലിൽ മുഹറമാതി വ തർക്കിൽ വാജിബാതി ഇദാ റആഹുൽ ഇമാം, ഭരണാധികാരി ആ വിഷയത്തിൽ മസ്ലഹ പരിഗണിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇമാം, ആ രാജ്യത്തെ ഭരണാധികാരി, ഔ നായിബുഹു, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ ആണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടതും അത് നടപ്പിൽ വരുത്തേണ്ടതും. തെളിവുകൾ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അബൂ ബുർദത്ത് ഇബ്നു നിയാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ലാ യുജ്ലദു ഫൗഖ 10 ജലദാത്തിൻ ഇല്ലാ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, 10 മേലക്ക് ഉള്ള ചാട്ടവാർ അടികൾ അത് ഹുദൂദുകളിലല്ലാതെ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹുദൂദുകളിലല്ലാതെ ചാട്ടവാറടികൾ 10 താഴെ ഉണ്ട് എന്ന് അതിൽ നിന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു തെളിവാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില രംഗങ്ങളിൽ, ചില അവസരങ്ങളിൽ, ചില കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഹബസ, തടവ് ശിക്ഷ വിധിച്ചതായി തെളിവുകൾ കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഉമർ റളിയല്ലാഹു അൻഹു ചില സന്ദർഭങ്ങളിൽ യുഅസ്സിർ വയുഅദ്ദിബു മിൻ നഫി വഹൽഖിർ റഅസ് വഗൈരി ദാലിക്, ചില സന്ദർഭങ്ങളിൽ തല മുണ്ടനം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നാട് കടത്തിക്കൊണ്ടൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു വ്യത്യസ്ത അവസരങ്ങളിൽ അവിടെയുള്ള മസ്ലഹ പരിഗണിച്ചുകൊണ്ട് തഅസീർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ ബാധകമാവുന്ന പ്രധാനപ്പെട്ട തെറ്റുകൾ നേരത്തെ പറഞ്ഞു. ഒന്ന്, വാജിബാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കൽ. അപ്പോൾ അമാനത്തുകൾ നിർവഹിക്കാതിരിക്കൽ, ഇപ്പോൾ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാതെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറ്റമാണ്, തിന്മയാണ്. അതിനുള്ള ശിക്ഷ നിർണ്ണയിക്കേണ്ടതാരാ? ആ രാജ്യത്തെ ഭരണാധികാരി അതിനനുസരിച്ചുള്ള നിയമങ്ങളവിടെ പറയും. അതുപോലെ തന്നെ ഇപ്പോൾ കടങ്ങൾ വീട്ടാനുള്ള കഴിവുണ്ടായിട്ടും അത് വീട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചില ശിക്ഷാ നിയമങ്ങൾ, അവിടുത്തെ മസ്ലഹകളും കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അവിടുത്തെ ഇമാമ് തീരുമാനിക്കുക. അതേപോലെ തന്നെ നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കൽ, അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, അത് വ്യഭിചാരമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. വ്യഭിചാരത്തിൽ എത്താത്ത അതിന് താഴെയുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് തഅസീറിൻ്റെ പരിധിയിലാണ് വരിക. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ, തഅസീറിന് ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായ ശിക്ഷാ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പദവിയിൽ നിന്ന് അയോഗ്യനാക്കലാണ്. ഇപ്പോൾ കൈക്കൂലിയോ അല്ലെങ്കിൽ കിട്ടിയ ഒരു സ്ഥാനം അത് ദുർവിനിയോഗം ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഉപയോഗിക്കുന്ന മാർഗം എന്തായിരിക്കും?
അവരാ പദവിയിൽ നിന്ന് അയോഗ്യനാക്കുക എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ ചാട്ടവാറ, അടി, ജലത്, നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ ഉദ്ധരിച്ചു, 10ന്റെ താഴെയാണ് അവിടെ ഉപയോഗിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ തടവ് ശിക്ഷ വിധിക്കുന്ന അവസരങ്ങളുണ്ട്. അതുപോലെ നാട് കടത്തൽ, അതുപോലെ പിഴ വിധിക്കൽ സന്ദർഭങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് വധശിക്ഷ വരേക്കും വന്നേക്കാം. ചില സമയത്ത് അത് വധശിക്ഷ വരേക്കും വന്നേക്കാം. അതെപ്പോ അത് ഇമാം അതിൻ്റെ മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് അവിടെ തീരുമാനിക്കും. ചിലപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മൊത്തം സുരക്ഷയെ ബാധിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്ന ചാരപ്രവൃത്തി ചെയ്യലൊക്കെ. അതേപോലെ തന്നെ നമ്മൾ കാണാറുണ്ട് മയക്കുമരുന്ന് പോലുള്ളതൊക്കെ സുരക്ഷിതമായ ഒരു രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ വിധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ചിലതൊക്കെ എന്താണ്, താസീറിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ ആണ്. ഇതൊക്കെയാണ് താസീറിൻ്റെ പ്രധാനപ്പെട്ട രൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒന്ന് ഹുദൂദുകൾ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ശിക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഖിസാസ്. എന്താണ് ഖിസാസും ഹുദൂദും തമ്മിലുള്ള വ്യത്യാസം? ഖിസാസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിക്രിയയാണ്. ഒരാളെ വധിച്ചാൽ തിരിച്ചവനെയും വധിക്കുക, ഒരാളെ കൈ മുറിച്ചാൽ അവൻ്റെ കൈയും അതുപോലെ തന്നെ മുറിക്കുക, എവിടെയാണോ മുറിക്കപ്പെട്ട ആ സ്ഥലത്ത് നിന്ന് മുറിക്കുക. ഇതാണ് ഖിസാസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഹദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മോഷ്ടിച്ചാൽ അവൻ്റെ കൈ മുറിക്കുക, അതേപോലെ തന്നെ വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഒരാൾ ചെയ്തതിന് അതേ രൂപത്തിൽ തിരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഖിസാസ്. ഹുദൂദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഈ രൂപത്തിലുള്ള ശിക്ഷാ നിയമങ്ങളാണ്. അതുപോലെ തന്നെ ദിയകൾ, നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി സംസാരിക്കുകയുണ്ടായി. ഓരോന്നിനും ഒരു വിരൽ ഒരാളുടെ നിന്ന് നഷ്ടപ്പെടുത്തിയാൽ പോലും അതിന് 10 വിരലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വിരൽ നഷ്ടപ്പെടുത്തിയ 10 ഒട്ടകമാണ് അതിനുള്ള നഷ്ടപരിഹാരം. ഒരാളുടെ ഒരു മൻഫഅത്ത്, ഒരു കേൾവി ശക്തി അല്ലെങ്കിൽ കാഴ്ചശക്തിയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ 100 ഒട്ടകമാണ് അതിനുള്ള നഷ്ടപരിഹാരം. ഇങ്ങനെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അവസാനത്തെ ഒരു രൂപമാണ് ഈ പറയപ്പെട്ടതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിന് ആ രാജ്യത്തെ ഭരണാധികാരി നിശ്ചയിക്കുന്ന ശിക്ഷാ നിയമങ്ങൾക്ക് പറയുന്ന പേരാണ് തഅസീർ എന്നുള്ളത്. ഇതാണ് ചുരുക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതോടുകൂടി ഈ ശിക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ബാബുകൾ അവസാനിച്ചു. ബിഇദ്നില്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് കിതാബുൽ ഐമാനി വന്നുദൂർ അഥവാ വാഗ്ദാനം അല്ലെങ്കിൽ സത്യം ചെയ്യൽ പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ബിഇദ്നില്ല പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് ശരിയായ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.